കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് പറയാൻ പോകുന്നതേ ഒരു സുന്ദരൻ കരടിക്കുട്ടന്റെ കഥയാണ്. ഈ കരടിക്കുട്ടനെ നിങ്ങൾക്കൊക്കെ അറിയാം. ചുവന്ന ടീഷർട്ടും മഞ്ഞ നിറവുമുള്ള ഒരു ഓമന കരടിക്കുട്ടൻ. ആരാത്? അത് തന്നെ വിനി ദ പൂ. ഈ വിനി ദ പൂവിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അതിൽ ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്. എന്താ അത്? നല്ല മധുരമുള്ളൊരു സാധനം. ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നതേ തേനീച്ചകളാ. അത് തന്നെ, നല്ല മധുരമുള്ള തേൻ. എപ്പോഴും ഇങ്ങനെ തേൻ നുണഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ വിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു കുടം തേൻ കൊടുത്താൽ അതിലൊരു തുള്ളി പോലും നമ്മുടെ വിനീതപ്പൂ ബാക്കി വെക്കില്ല. എല്ലാ ദിവസവും രാവിലെ ഒരു 11 മണിയാവുമ്പോൾ നമ്മുടെ വിനിക്ക് എന്തെങ്കിലും കഴിക്കണം. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും അത് കുറച്ച് തേനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ വിനി വേണമെങ്കിലേ ഒരു വലിയ കുടം തേനകത്താക്കിയിട്ട് എനിക്കിപ്പോഴും വിശക്കുന്നേ എന്നും പറഞ്ഞിരിക്കുകയും ചെയ്യും. അത്രയ്ക്ക് തേൻ കൊതിയനാണ് വിനീതപ്പൂ. വയറ് വീർത്ത് 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 പൊട്ടാറാവുന്നവരെ ഇങ്ങനെ തേൻ കുടിച്ചോണ്ടേയിരിക്കും. അങ്ങനെ ഒരു നാൾ തേൻ കുടിച്ചു 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 കുടിച്ച് വയറ് വീർത്ത് 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 വന്നോ വയറ് പൊട്ടി. ശരിക്കും വിനീത പൂവിന്റെ വയറ് പൊട്ടി. പിന്നെ എന്ത് ചെയ്തെന്നോ? വിനിക്കൊരു കൂട്ടുകാരനുണ്ട്, ക്രിസ്റ്റഫർ റോബിൻ. ക്രിസ്റ്റഫർ റോബിൻ ഒരു സൂചിയും നൂലും കൊണ്ടുവന്ന് ഇങ്ങനെ വയറ് തുന്നിക്കെട്ടിയതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിനി ഒരു മരത്തിൽ കയറി. എന്തിനായിരിക്കും? അതിലൊരു വലിയ തേനീച്ചക്കൂടുണ്ട്. ആ തേനീച്ചക്കൂട്ടിൽ തേനീച്ചകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന തേനുമുണ്ട്. അത് മോഷ്ടിക്കാനാ. അങ്ങനെ മരത്തിൽ കയറിയതും ഒരു ശബ്ദം. തേനീച്ചകളുടെ ശബ്ദം കേട്ടപ്പോൾ അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഒരു മരക്കൊമ്പിൽ നിന്നും അടുത്ത മരക്കൊമ്പിലേക്ക് വലിഞ്ഞു കയറി. അങ്ങനെ കയറിയ വഴിക്ക് തീരെ കനം കുറഞ്ഞ ഒരു കൊമ്പിലെത്തപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കും? കൊമ്പൊടിഞ്ഞ് ടപ്പ് 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 തും ദാ കിടക്കുന്നു നമ്മുടെ വിനി നേരെ താഴേക്ക് പൊത്തോന്നും പറഞ്ഞ്. അതുമാത്രമല്ല, വിനിയുടെ മുതുകിലൊക്കെ മുള്ളു കുത്തിക്കയറുകയും ചെയ്തു. അയ്യോ അമ്മേ എന്നും പറഞ്ഞ് വിനി എഴുന്നേറ്റ് നേരെ കൂട്ടുകാരന്റെ അടുത്ത് പോയി. കൂട്ടുകാരന്റെ പേരെന്താ? ക്രിസ്റ്റഫർ റോബിൻ. അവിടെ ചെന്നിട്ട് ക്രിസ്റ്റഫർ റോബിനോട് ചോദിച്ചു, ക്രിസ്റ്റഫർ റോബിൻ, നിന്റെ അടുത്തൊരു ബലൂൺ എടുക്കാനുണ്ടോ? ബലൂണോ? നിനക്കെന്തിനാ ബലൂൺ? റോബിൻ വിനിയോട് തിരിച്ചു ചോദിച്ചു. അതെ, എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അതായത് തേനീച്ചകളുടെ അടുത്തുനിന്ന് തേൻ മോഷ്ടിക്കാനുള്ള ഒരു ഉഗ്രൻ ഐഡിയ. ഐഡിയ പറ, കേൾക്കട്ടെ. ആര് പറഞ്ഞു? ക്രിസ്റ്റഫർ റോബിൻ പറഞ്ഞു. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബലൂൺ. അതായത് ഒരു ഇളം നീല നിറമുള്ള ഒരു ബലൂൺ. അതിനകത്ത് ഞാനിങ്ങനെ പറന്ന് തേൻകൂടിൻ്റെ അടുത്തെത്തും. അപ്പോൾ ബലൂണിന്റെ പിറകിൽ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് അവരെന്നെ കാണില്ല. ഇനി കണ്ടാലും എന്ത് വിചാരിക്കും? ഞാൻ ആകാശമാണെന്നേ വിചാരിക്കുള്ളൂ. കാരണം ബലൂൺ നീല നിറമല്ലേ. നല്ല ഒന്നാം തരം ഐഡിയ. ക്രിസ്റ്റഫർ റോബിൻ വിനിയെ കളിയാക്കി. എന്നാൽ വിനിക്ക് തന്റെ ഐഡിയയിൽ വലിയ വിശ്വാസമായിരുന്നു. വിനി പറഞ്ഞു, റോബിൻ റോബിൻ കേൾക്ക് കേൾക്ക്, ഇത് മാത്രമല്ല, ഞാൻ എന്താ ചെയ്യാൻ പോന്നേന്നോ? ഞാനേ ചെളിയിൽ കിടന്ന് ഉരുളാൻ പോവാണ്. എന്റെ ദേഹത്തെല്ലാം ചെളിയായി ഈ കറുത്ത നിറമൊക്കെ ആകുമ്പോ അവര് വിചാരിക്കും ആകാശത്തിന്റെ ഇടയിലെ കാർമേഘമാണ് ഞാനെന്ന്. ഇതൊരു വല്ലാത്ത ഐഡിയ തന്നെയാണ് കേട്ടോ.
റോബിൻ പറഞ്ഞു, ശരി ശരി ശരി, എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്കാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം തോന്നുന്നു റോബിൻ. നിനക്കറിയാലോ, എനിക്ക് തേൻ കഴിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ബലൂൺ എടുത്തോണ്ട് വാ. ക്രിസ്റ്റഫർ റോബിൻ വീട്ടിനുള്ളിൽ പോയി ഒരു നീല നിറമുള്ള ബലൂൺ കൊണ്ടുവന്നു. വിനി ഇങ്ങനെ ബലൂണിന്റെ ചരടിൽ തൂങ്ങിക്കിടന്നു. ദാ പോയി ആകാശത്തേക്ക് പറന്നു പൊങ്ങി അങ്ങ് പോയി. നമ്മുടെ വിനീതപ്പൂ തേൻ കൂടിയിരിക്കുന്ന മരത്തിന്റെ അടുത്തെത്തിയതും തേനീച്ചകൾ വലിയ ബുദ്ധിമാന്മാരാ. അവർക്ക് കാര്യം മനസ്സിലായി. സ്ഥിരം തേൻ മോഷ്ടിക്കുന്ന വിനീതപ്പൂ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. ഹാ, ഇത്തവണ ആ തേൻ കള്ളൻ ബലൂണിന്റെ പുറകിൽ തൂങ്ങിക്കിടന്നാണ് വന്നിരിക്കുന്നത്. ഇവനെ ഓടിച്ചിട്ട് തന്നെ കാര്യം എന്നു പറഞ്ഞ് തേനീച്ചകളെല്ലാം കൂടെ വിനിയുടെ പുറകെ എന്നു പറഞ്ഞു കൂടി. അയ്യോ റോബിൻ, എന്തെങ്കിലും ചെയ്, ഈ തേനീച്ചകൾ ഇപ്പോ എന്നെ കുത്തിക്കൊല്ലും, പെട്ടെന്ന് തന്നെ രക്ഷിക്കൂ. ആര് വിളിച്ചു പറഞ്ഞു? നമ്മുടെ വിനീതപ്പൂ. റോബിൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്നോ, വീടിനകത്തേക്ക് പോയി തന്റെ ടോയ് ഗൺ കളിത്തോക്കുമായി വന്നിട്ട് അത് വെച്ച് ബലൂണിലേക്ക് ടോ 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 എന്ന് വെടിവെച്ചു. ബലൂൺ ടോ പൊട്ടി വിനി താഴെ കിടക്കുന്നു. എന്നിട്ടും തേനീച്ചകൾ വിട്ടില്ല. അവര് എന്നും പറഞ്ഞു വിനിയുടെയും ക്രിസ്റ്റഫർ റോബിന്റെയും പിന്നാലെ വരുവാണ്. അയ്യോ, ഈ തേനീച്ചകളെല്ലാം കൂടെ നമ്മളെ ഇപ്പൊ കുത്തുമേ. രണ്ടുപേരും കൂടെ നേരെ ചെന്ന് നേരത്തെ നമ്മുടെ വിനി കിടന്നുരുണ്ട ഒരു ചെളിക്കുണ്ടില്ലേ, ഒരൊറ്റ ചാട്ടം. വിനീതപ്പൂവിന് ഈ ചെളിയിൽ കിടന്നുരുളുന്നത് വളരെ ഇഷ്ടമാ. അതുകൊണ്ട് ഈ സാഹസം വിനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ക്രിസ്റ്റഫർ റോബിനും ചെളിയിലായി. എന്നിട്ടുമുണ്ടോ നമ്മുടെ തേനീച്ചകൾ വിടുന്നു. അവർ ചെളിക്കുണ്ടിനടുത്തേക്കും വന്നു. റോബിൻ, നിന്റെ കയ്യിലെ കുടയൊന്ന് നൂത്തു പിടിക്ക്, വിനി പറഞ്ഞു. പെട്ടെന്ന് ക്രിസ്റ്റഫർ റോബിൻ എന്ത് ചെയ്തു? തന്റെ കയ്യിലുണ്ടായിരുന്ന കുട ഇങ്ങനെ നൂത്തുപിടിച്ചു. അവർ രണ്ടുപേരും ആ കുടയ്ക്കുള്ളിൽ സുരക്ഷിതരായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നാലും ആ തേൻ കള്ളൻ വിനീതപ്പൂ ഇത്തവണ രക്ഷപ്പെട്ടു. കൊടയ്ക്കുള്ളിലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദേഷ്യത്തോടു കൂടി നമ്മുടെ തേനീച്ചകളെല്ലാം തിരികെ പറന്നങ്ങ് പോയി. എന്റെ ബുദ്ധി ഉപയോഗിച്ച് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ആര് പറഞ്ഞു? വിനീതപ്പൂ. ഇത് കേട്ട് ക്രിസ്റ്റഫർ റോബിൻ ചിരിച്ചു. ക്രിസ്റ്റഫർ റോബിനും വിനിയും തിരികെ പോയി. വീട്ടിലെത്തിയ ഉടനെ നമ്മുടെ വിനി എന്ത് ചെയ്തെന്നോ, നേരത്തെ ശേഖരിച്ചു വെച്ചിരുന്ന ഒരു വലിയ കുടം നിറയെ തേനെടുത്ത് ഗ്ലം ഗ്ലം ഗും ഗും നുണച്ചു നുണച്ചു നുണച്ച് കുടിച്ചു തീർത്തു. വയറ് വീർത്തു 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 വന്നു, പക്ഷെ പൊട്ടിയില്ല. ഇതാണ് നമ്മുടെ വിനീതപ്പൂവിന്റെ ഒരു സാഹസത്തിന്റെ കഥ. കുഞ്ഞുമണികൾക്ക് കഥ ഇഷ്ടമായോ? അലൻ അലക്സാണ്ടർ മിൽൻ, എ മിൽൻ എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് വിനീതപ്പൂ എന്ന ടെഡി ബെയർ. ഒരുപാട് വർഷങ്ങളായി ഈ കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ ക്യൂട്ട് ടെഡി ബെയറിനെ. നിങ്ങളും പല സ്ഥലങ്ങളിലും ചിത്രമായും സോഫ്റ്റ്വെയറായും ചിലപ്പോൾ ബലൂണായും ഒക്കെ വിനീതപ്പൂവിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വിനിയുടെ സാഹസങ്ങളുടെ കഥകൾ മുഴുവൻ പുസ്തകങ്ങളായും കിട്ടും. കൂടുതൽ കഥകൾ അറിയണമെങ്കിൽ തീർച്ചയായും വിനിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം. അല്ലെങ്കിൽ വായിച്ചു തരാൻ അച്ഛനമ്മമാരോട് പറയണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം. പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണ്? ആപ്പിൾ സ്റ്റോറി ക്ലബിലെ കഥകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്കത് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവരുടെ പേരുകൾ കൂടി ഒന്ന് പറയട്ടെ. മെഹറിൻ സഫീൽ എന്ന മെഹറുക്കുട്ടി, നൈറ സാഷി എന്ന നന്നുക്കുട്ടി, നൈസ ഫാത്തിമ, പമ്മു എന്ന തീർത്ഥ, കാത്തു എന്ന കീർത്തി, സ്വരക്കുട്ടി, റയാൻഷ് രാജീവ്. അതോടൊപ്പം തന്നെ റയാൻഷിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര് കൂടി പറയണമെന്നും പറഞ്ഞിട്ടുണ്ട്. രാജീവ് ആൻഡ് നിഖിത.
ഹായ് ഇഷാൻ ദേവിക്, അനാമിക നന്ദ, നിഹാരിക നന്ദ, ആരുഷ് ആൻഡ് ആനന്ദി, ത്രിയാൻ എന്ന കുഞ്ഞുണ്ണി, നക്ഷത്ര നവീൻ, ചാരുമതി കൃഷ്ണ, ധ്വനി ധനേഷ്, ദ്യുതി ധനേഷ്, ഫെല്ല ഫാസിൽ ആൻഡ് നൈല ഫാസിൽ, ജോഹാൻ ആൻഡ് റിഹാൻ, അമൽ എം അൻസിൽ, ജാനകിക്കുട്ടി, അഖിയ എന്ന ദ്യുതിക്കുട്ടി, ഒക്ടോബർ 2 ബർത്ത്ഡേ ആഘോഷിച്ച റിദിത് മോൻ. സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി വിഷയാനായിട്ട്. എന്നാലും ചക്കരക്കുട്ടി സന്തോഷത്തോടുകൂടി പിറന്നാളൊക്കെ ആഘോഷിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒക്ടോബർ 27 ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന വാണി രാഹുൽ കൃഷ്ണൻ. വാണിമോളെ പിറന്നാൾ ആശംസകൾ. എമീറ റോസ്, ജയറാം, ഖുഷി, എല്ലാ ചക്കരകൾക്കും ചക്കരയുമ്മ നിറയെ സ്നേഹം. എല്ലാവരുടെയും പേര് പറഞ്ഞു എന്നാ വിചാരിക്കുന്നേ. ഇനി ആരുടെയെങ്കിലും പേര് പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത കഥയിൽ തീർച്ചയായും പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.